ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മഷ്റൂം ഫ്രൈ ആണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഞാൻ ലേശം മീറ്റ് മസാല ഇട്ടു, കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ചേർത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് കോൺഫ്ലവറിൻ്റെ പൗഡറും കുറച്ച് മൈദയും കൂടിയാണ്. എന്നിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചു. വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. വെറും മുളക് പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി മീറ്റ് മസാല, കോൺഫ്ലവർ പൗഡർ, മൈദ, ഇത്രയും ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചൊരു 10 മിനിറ്റൊക്കെ ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പൊരിക്കുകയാണേ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണേ ഇത്. ഞാൻ കുറച്ച് നേരത്തെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കിയിരുന്ന വെളിച്ചെണ്ണ കേട്ടോ. ഇച്ചിരി നേരത്തെ ഞാൻ ചിക്കൻ പൊരിച്ചിരുന്നു, അതിൻ്റെ വെളിച്ചെണ്ണയാണിത്. ഇനി എണ്ണ ചൂടായതിന് ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ആട്ടോ, ഈ മഷ്റൂം ഫ്രൈക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. മഷ്റൂം ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടുവേ. മഷ്റൂം തോരൻ വെക്കുന്നതിനേക്കാളും മഷ്റൂം മെഴുക്കുപുരട്ടി വെക്കുന്നതിനേക്കാളും എല്ലാം ടേസ്റ്റാട്ടോ ഈ മഷ്റൂം പൊരിച്ചതിന്. എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം പൊരിച്ചത്. നിങ്ങളുടെ പിള്ളേർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മസാല എല്ലാം കളയാതെ ഇതിലേക്ക് തന്നെ ചേർക്കണേ. കളയരുത്, എല്ലാം ഇതിലേക്ക് തന്നെ ചേർക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയിടരുത് കേട്ടോ. കുറച്ച് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷമേ ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പിന്നെ മസാല എല്ലാം അതിൽ നിന്ന് വിട്ടുപോകും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണേ. എന്നാലാണ് മറ്റേ ഭാഗവും മൊരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. പൊടിയത്തൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ മസാല എണ്ണയിൽ പോവാതെ മറച്ചിടണം. അങ്ങനെ നമ്മുടെ മഷ്റൂം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. എടുത്തിട്ട് കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ മഷ്റൂം ഫ്രൈ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. മഷ്റൂം ഇഷ്ടമില്ലാത്തവരും ഇത് കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അങ്ങനെ നമ്മുടെ മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടോ.
ഇതാണ് നമ്മുടെ മഷ്റൂം ഫ്രൈ. ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.